എന്താ നമ്മളിങ്ങനെ ഇരിക്കുന്നത്? ലൈറ്റ് ആയി പോയി, വെള്ളം തീർന്നുപോയി. അപ്പൊ ഞാൻ ബാത്റൂമിൽ പെട്ടുപോയി. എത്ര നേരം ബാത്റൂമിൽ അപ്പൊ ഓളിന്റെ ഡേ ഇൻ മൈ ലൈഫ് ഓളെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യും. ചെയ്തു കഴിഞ്ഞാൽ എന്താവും? രാവിലെ 6 മണി. നമ്പർ 1. ഞാൻ എന്നിട്ട് എല്ലാവർക്കും കഴിഞ്ഞിട്ട് നീക്കട്ടെ വിചാരിച്ചു കൊറേ കളഞ്ഞു. ഇനി നമ്മൾ ടാക്സിക്ക് പോകും. ഊബർ, ടാക്സിയില്ല ഊബർ. ഒരു നീളം നടക്കാനുണ്ട്. ഇന്ന് പിന്നെ ഞങ്ങൾക്ക് എയർപോർട്ട് വിസിറ്റ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ആ പുട്ടി അവിടെ തന്നെ നിക്കണം എന്നുള്ളത് കൊണ്ടും ഈ നല്ല വെയിലുള്ളത് കൊണ്ടും നോ ചാൻസ്. പിന്നെ ബാക്കിയുള്ള അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സെഫ് അവിടെയുണ്ട്, ബാക്കിയുള്ള എല്ലാവരും ഉണ്ട് അവിടെ. ഞങ്ങളെ റൂം നേരെ കാണിച്ചു തന്നിട്ടില്ലല്ലോ. അതാ ഇതൊരു റൂം. പിന്നെ അപ്പുറത്തേക്ക് 2 അങ്ങനെ ബെഡ് ഉണ്ട്. അങ്ങോട്ട് ഞാൻ പോണില്ല, എനിക്ക് ചെയ്യാം. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇതാരുവാ? റിച്ചി. എല്ലാവരും റെഡിയായി സെറ്റായി ഇരിക്കുകയാണ്. പക്ഷേ ഊബർ എത്തിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഊബർ എത്തിയിട്ട് ഇനി പോകും. ബൈ. ഗൈസ്, ഞങ്ങൾ കറക്റ്റ് 10 മണിക്കൂടെ എത്തിയിട്ടുണ്ട്. നോക്കാം. ക്ലാസ് ഏകദേശം തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കും. നാളെ ഞങ്ങൾ കൂട്ടാതെ വന്നില്ലേ? അപ്പം ഗൈസ്, ഇന്നൊക്കെയുള്ളത് കിട്ടി. ഇനി ഇതിന്ന് പോയി അത് കണ്ടറിഞ്ഞ് ഒന്ന് കൊടുക്കണം. ക്ലാസ് വന്നിട്ടില്ല. ഞങ്ങളപ്പോഴും കറക്റ്റാണ്. എന്ത് പറ്റി ഗൈസ്? യുദ്ധം കാരണം ഞങ്ങളെ വിസിറ്റ് പോയി. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര മൂഡ് ഓഫ് ആണ്. ഇനി ഞങ്ങൾക്ക് എയർപോർട്ട് വിസിറ്റ് കിട്ടുമല്ലെന്നൊന്നും ഒരു ഉറപ്പില്ല. എന്തായാലും ഒരു സമൂസ ചായയും കുടിച്ച് ഇപ്പൊ തൽക്കാലത്തെ വിശപ്പ് കണക്കാം. ഹലോ ഗൈസ്, ഏകദേശം 6 തീരുമാനമായപ്പോൾ ഞങ്ങൾ ആഫ്റ്റർനൂണിൽ എയർപോർട്ട് വിസിറ്റ് ക്യാൻസൽ ചെയ്തു. ഞങ്ങൾക്ക് കാർഗോൻ്റെ ക്ലാസ് വെക്കാമെന്നുള്ളതായി. അപ്പം എന്താണെങ്കിലും ഒരു 2 ദിവസം കൊണ്ട് ഞങ്ങൾക്കുള്ള വിവരം തരും. ഞങ്ങൾ ഷിജിൽ സാർ പറഞ്ഞിട്ട് ഞങ്ങളെ കുട്ടികൾക്കൊക്കെ കിട്ടണം. അപ്പം അതിനുള്ള കാര്യങ്ങൾ എപ്പോഴാണോ ശരിയാണോ അതിനനുസരിച്ച് ബാക്കിയുള്ള ക്ലാസ് എന്നാണ് പറഞ്ഞിരിക്കണേ. എന്തായാലും വീട്ടിൽ എന്താവെന്ന് അറിയത്തില്ല. ഒരുത്തിക്ക് സന്തോഷം, വീട്ടിൽ പോകേണ്ട കാര്യമാണ്. അപ്പോൾ ഹോം സിക്നെസ് ആണ് കുട്ടിക്ക്. എന്തായാലും നമുക്ക് നോക്കാം. നാളെയും കൂടിയും കാത്തിക്കാം. നാളത്തോടെ ഇതിനൊരു തീരുമാനമാവും വിചാരിക്കണം. അല്ല, ഞങ്ങൾ 2 മാത്രമേ ഫുഡ് കഴിക്കാനും ബാക്കി ഇവിടെ വരുന്നുണ്ടാവും. നമുക്ക് എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം ഇത്രയും നേരം ഉണ്ടായിരുന്ന സങ്കടമൊക്കെ. സത്യം. റിച്ചി പറ. ഞങ്ങളുടെ ലൈഫില് ചിലപ്പോൾ അതല്ല പറ. ചിലപ്പോൾ ഞങ്ങൾ ലാസ്റ്റത്തെ ഫുഡാവും. ഇല്ല, ലാസ്റ്റത്തെ ഫുഡൊന്നും അല്ല. സാർ നാളെ ക്ലാസ് ഉണ്ടാവില്ല. അതല്ല, പിന്നെ നമുക്ക് വരാമല്ലോ. ഇൻഷാ അള്ളാ വാറൊക്കെ നോക്കി ആയാൽ നമുക്ക് വരാമല്ലോ. എന്നാലും അത് ശരിയാ. ഈ ഒരു വീക്കിൽ ഞങ്ങൾ ലാസ്റ്റത്തെ ഫുഡ്. അപ്പൊ എല്ലാവരും നല്ലോണം കഴിച്ചോളൂ കേട്ടോ. ചിലപ്പോ അതാ ഓൾക്ക് വീട്ടിൽ പോകാന്ന് പറഞ്ഞപ്പോ ഇതിന് ഫുഡൊക്കെ ഇറങ്ങണ്ടോളൂ. ഫേസ് ഇതിലൊരിത് ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങള് വന്ന് കുളിച്ച് ഫ്രഷ് ആയി. ഒരുത്തി ഇവിടെ തിരുമ്പിട്ടുള്ളതാ. അപ്പൊ ഞങ്ങള് കുളിച്ച് ഫ്രഷ് ആയി എല്ലാരും. ഞങ്ങളിങ്ങനെ നല്ല സൺസെറ്റ് കാര്യങ്ങളൊക്കെ. സൺസെറ്റ് സൺസെറ്റ് അതാ ഞാൻ പറഞ്ഞേ. അവള് സോ അത് മൈൻഡ് വെക്കണ്ട. സോ അത് ഞാനിട്ടു. അപ്പൊ ഗൈസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ രാത്രി വരാം. ഓക്കെ, അപ്പം ഞങ്ങൾ തന്നെ ചായ കുടിച്ച് ചായ കുടിച്ചിട്ടാ വന്നേ. അപ്പം അതൊക്കെ അത്ര. ബൈ. ഹലോ ഗൈസ്,
നമുക്ക് നല്ല കഞ്ഞി കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. ഇവിടെ വന്നിട്ട് ഫുഡ് ഏതായാലും വീട്ടിലത്തെ മിസ്സാവില്ല. അമ്മ അതിരി നല്ല നാടൻ ഫുഡുകൾ ഇട്ടിട്ട്. ഷെഫീനിൻ്റെ ബർത്ത്ഡേയാണ്. ഷെഫീനിൻ്റെ ബർത്ത്ഡേയാണ്. സോ നമ്മൾ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷനിലാണ് ഗൈസ്. ആദ്യം അമ്മക്ക് കൊടുക്കൂ.